Good morning, all. Good morning. Good morning. Morning, ma'am. Morning. Okay, can you start the voice from here now? Factors influencing employee relations ആണ് നമ്മൾ എടുത്തത് അല്ലേ? Last അതിന്റെ എല്ലാം എന്താ പറയാ നമ്മള് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് വരെ ഡിസ്കസ് ചെയ്യും അല്ലെ? ആണോ? ആരെങ്കിലും വായിച്ചു നോക്കിയായിരുന്നോ? എല്ലാവരും കയറുന്നുള്ളതെന്ന് തോന്നുന്നു. നോക്കാം, കറക്റ്റ് ആയിട്ട് നിങ്ങൾ എവിടെ വരെയാണ് എടുക്കുന്നതെന്നൊന്ന് വായിച്ചു നോക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഉള്ളവരെ പറഞ്ഞു പോവുകയാണെന്ന് തോന്നുന്നു. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാനായിട്ടായിരിക്കും. ഓക്കെ, എന്താണ് നമ്മുടെ ക്ലാസ് എടുത്തു പോയത്? ലാസ്റ്റ് നമ്മളെ എക്കണോമിക്കൽ ഫാക്ടേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ്, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് അല്ലെ? അത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തു. ചില പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് തുടങ്ങിയാണ് നമ്മൾ എടുക്കേണ്ടത്. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു എംപ്ലോയിയുടെ റിലേഷൻസ് അല്ലെ, അവിടെ തീർച്ചയായിട്ടും എന്താണ് അവിടെ തൊഴിലുടമ തൊഴിലാളികളുടെ ബന്ധം അല്ലെ, അത് മാത്രമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. കാരണം അവരെ മാത്രം തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് പോയാൽ അവരുടെ വിചാരിച്ച ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയില്ല അല്ലെ? ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ പല ഘടകങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട് ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഈ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. എന്താണെന്ന് നോക്കാം. The political factors comprises the political system, political parties and their principle. Industrial relations are affected by the rise and the power of political parties and the methods they use while creating policies. നമുക്കറിയാം തീർച്ചയായിട്ടും ഒരു ഓർഗനൈസേഷനെ തന്നെ അവിടെയുള്ള അല്ല ട്രേഡ് യൂണിയനുകൾ അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലെ സ്വാധീനമുണ്ട് എങ്കിൽ അവര് അവരുടേതായിട്ടുള്ള സ്വാധീനം ഉപയോഗിച്ചിട്ട് കൊണ്ട് തന്നെ ബാർഗെയിൻ ചെയ്തിട്ട് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നത് കാണാം ഇല്ലേ? അങ്ങനെയൊന്നും കാണാറില്ലേ? ചിലപ്പോഴൊക്കെ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് ആ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെ അല്ലെ, പൊളിറ്റിക്കൽ സപ്പോർട്ട് കൊണ്ട് തന്നെ അവര് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കും അല്ലെ. അപ്പൊ ഇതില് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിന് പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള തത്വങ്ങളും ഇതില് അധിഷ്ഠിതമാണ്. Industrial relations are affected by the rise and the power of political parties and the method they use while creating policy. ഒരു നിയമങ്ങൾ ഉണ്ടാക്കുമ്പോഴൊക്കെ അല്ലെ രാഷ്ട്രീയ സ്വാധീനത്തിനെ കൂടി ബേസ് ചെയ്തിട്ടാണ് നിയമങ്ങൾ വരെ അവര് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത്. Moreover, since the trade unions are much engaged in the formulation of policies, the policies are somewhat based in favor of the workers. ഓക്കെ, നമ്മൾ ഒരു അല്ലെ ഒരു സാധാരണയായിട്ട് ഒരു ഓർഗനൈസേഷൻ തന്നെ ചിലപ്പോൾ ഒന്നിലധികം യൂണിയനുകൾ ഉണ്ടാവും
ചില യൂണിയന് അധികാരത്തിൽ അല്ലെ അവരുടെ യൂണിയന്റെ സ്വാധീനത്തിലുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ അവരുടെ മെമ്പേഴ്സിന് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ഒരുപാട് സപ്പോർട്ട് അവർ അല്ലെ ചെയ്യും, ഒരുപാട് ഹെൽപ്പ് അവർ ചെയ്യും അല്ലേ? അങ്ങനെ ഉണ്ടാവാറില്ലേ? രാഷ്ട്രീയ സ്വാധീനങ്ങളൊക്കെ ജോലിയുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്നത് നമ്മൾ കാണാറില്ലേ? ഇല്ലേ? ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. യൂണിയൻസ് ആർ മച്ച് എൻഗേജ്ഡ് ഇൻ ദ ഫോർമുലേഷൻ ഓഫ് പോളിസീസ്. ദ പോളിസീസ് ആർ സംവാട്ട് ബേസ്ഡ് ഇൻ ഫേവർ ഓഫ് ദ വർക്കേഴ്സ്. വർക്കേഴ്സിന്റെ ഫേവർ അനുസരിച്ചിട്ടാണ് പോളിസികളൊക്കെ അവിടെ ഉണ്ടാക്കുന്നത്. പക്ഷെ അവിടെ ആ ഫോർമുലേഷൻ നടത്തുന്നതിന് ആരുടെ സ്വാധീനം ഉണ്ടാവും? തീർച്ചയായിട്ടും പൊളിറ്റിക്കലിന്റെ ഒരു സ്വാധീന ശക്തി അവിടെ ഉണ്ടായിരിക്കും. On the other hand, if the political parties are in any way financially depend on the corporate body lobby, the political equation would then be totally different. Okay, നല്ല ഫിനാൻഷ്യലിയും കൂടി സപ്പോർട്ട് എന്താ പറയുന്ന രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആ ഒരു രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചിട്ട് തന്നെ അവര് ബാർഗെയിൻ ചെയ്തിട്ട് അല്ലെ എന്തും വിലപേശി നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഫിനാൻഷ്യലി സപ്പോർട്ടോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്ന ഒരു വൻ ശക്തിയാണ്. ഓർഗനൈസേഷനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും എന്താണ് ചില നിലപാടുകളെല്ലാം അവരോട് അല്ലെ ചേർത്ത വിധത്തിൽ എടുക്കേണ്ടതായിട്ട് മോസ്റ്റ് ആയിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. Certain countries where state capitalism exists and collective bargaining is totally discouraged. Okay, നമുക്കറിയാം ചില മുതലാളിത്ത ഇതിലൊക്കെ എന്താണ് കളക്റ്റീവ് ബാർഗെയിനിങ് അല്ലെ വിലപേശി നമ്മൾ മേടിക്കുക എന്ന് പറയുന്നതൊന്നും നടപ്പാക്കാത്ത ചില കൺട്രികളുണ്ട്. അതായത് അവരുടെ ഭരണത്തലവന്മാർ എന്താണോ ആ ഭരണത്തിൽ ഇരിക്കുന്ന നേതാക്കളുടെ അതിന്റെ അണ്ടറിൽ വരുന്ന അവരുടെ ഡിസിഷൻ അല്ലെ അത് മാത്രമാണ് അവിടെ നടപ്പായി പോവുകയുള്ളൂ. അതിനപ്പുറം തൊഴിലാളികളുടെ എന്തെങ്കിലും ബാർഗെയിൻ ചെയ്യുന്ന പവർ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാന്ന് വെച്ചാൽ നടപ്പാവുന്ന കാര്യമൊന്നുമില്ല. അവിടെ എന്താണ് രാഷ്ട്രീയ തലവന്മാർക്ക് അത്രയും സ്വാധീനം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. In such a scenario, trade unions have no value and labor management relations are dealt with strictly. In countries like the former USSR, state socialism exists and trade unions have definite responsibilities and functions under the purview of the government. Okay, നമുക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ അല്ലെ ഗവൺമെന്റിന്റെ ഒരു സ്വാധീനം ഉണ്ട് എന്നുള്ളത് പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ചില സ്ഥലങ്ങളിൽ അല്ലെ ചില രാഷ്ട്രീയ ഇതുകളിലൊക്കെ ആണെങ്കിൽ ചില കാര്യങ്ങളൊന്നും എന്താണ് ചിലപ്പോ റോ മെറ്റീരിയൽസ് വരെ ഇമ്പോർട്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ചിലപ്പോൾ അവിടെ ഒരു തടസ്സങ്ങൾ ഇറക്കാറുണ്ട് അല്ലെ. അവിടെ നിന്ന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നൊക്കെ നമ്മൾ ന്യൂസിൽ കേൾക്കും അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ് ആ രാഷ്ട്രീയ സ്വാധീന ശക്തി ഉപയോഗിച്ചിട്ട് അവിടുത്തെ ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ചിട്ട് നമുക്ക് എന്താണ് നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്കൊക്കെ വരും. സോ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ബലം അല്ലെ അതിന്റെ ആ ഒരു റിലേഷൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരു ഇൻഡസ്ട്രിക്ക് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ആ ശക്തിയും കൂടി അല്ലെ അതിനോടൊപ്പം തന്നെ ഒന്നിച്ച് നിലകൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ് അല്ലെ. അതുകൊണ്ട് പറയാണ് ഇന്ത്യയിലെ പോലെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ് മിക്സഡ് എക്കോണമി സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത് അല്ലെ. അവിടെ കൺസിലേഷൻ, ആർബിട്രേഷൻ, അഡ്ജുഡിക്കേഷൻ, പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് ആൻഡ് കളക്റ്റീവ് ബാർഗെയിനിങ് ആർ ഓൾ എ പാർട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. ഓക്കെ, നമുക്കറിയാം ഇവിടെ എന്ന് പറയുമ്പോൾ നിയമമുണ്ട്. ഓക്കെ, ശരിയാണ്, രാഷ്ട്രീയ സ്വാധീനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ കളക്റ്റീവ് ബാർഗെയിൻ ചെയ്യാനൊക്കെ ആയിട്ടുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളൊക്കെ നിയമത്തിന്റെ ദൃഷ്ടിയിലും അതേപോലെ തന്നെ രാഷ്ട്രീയ സപ്പോർട്ട് കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ലീഗലായിട്ടൊക്കെ എന്തെങ്കിലും പേപ്പർ വർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ബാർഗെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മിക്സഡ് എക്കോണമി സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെച്ച് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഘടകത്തിനെ നല്ല രീതിയിൽ അത് ആ റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിച്ചാൽ മാത്രമാണ് ഒരു ഇൻഡസ്ട്രിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? ആണോ? നമുക്ക് നെക്സ്റ്റ് നോക്കാം സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്. സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സിൽ പറയുന്നത് these factors are about different rules, ethics and principles that exist in a society. അതായത് സാധാരണയായിട്ട് വ്യത്യസ്ത റൂളുകൾ അല്ലെങ്കിൽ എത്തിക് അല്ലെ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള കുറെ മൂല്യങ്ങൾ അല്ലെ നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. പിന്നെ തത്വങ്ങളുണ്ട്. ഇതെല്ലാം ഒരു സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. In countries like the USA, there is a stable social political order
the government encourage a general philosophy of free enterprise or democratic capitalism. Okay. നമുക്കറിയാം ചില രാജ്യങ്ങളൊക്കെ ഡെമോക്രാറ്റിക് ഒക്കെ ആയിട്ട് അല്ലെ നമുക്കറിയാം അവിടെ ജനാധിപത്യ ഭരണ വ്യവസ്ഥയായിരിക്കും മുന്നോട്ട് വയ്ക്കുന്നത്. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരിമാരായിരിക്കും അവിടെ ഭരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടെ എന്താണ് അല്ലെ അവിടെ ഇൻഡസ്ട്രിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അത് അവിടെ ഇടതുപക്ഷവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതും അല്ലെ അത് പ്രധാനമായിട്ടും അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. This is the type of countries. Collective bargaining is supported by the law and the government involvement. ഈ ഡെമോക്രാറ്റിക് ക്യാപിറ്റലിസം എന്ന് പറയുമ്പോൾ ജനാധിപത്യ ഭരണങ്ങളാണ്. അപ്പൊ നമുക്കറിയാം ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്നതാണ്. ഓക്കെ, അവിടെ മറുവശത്ത് വേറൊരു വിഭാഗം കൂടി എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കളക്റ്റീവ് ബാർഗൈനിങ് അല്ലെ നമുക്കറിയാം വിലപേശി അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് പറ്റുന്ന ഒരു സിറ്റുവേഷനും ആയിരിക്കും എത്തരത്തിലുള്ള കൺട്രികൾ ഡെമോക്രാറ്റിക് ക്യാപിറ്റലിസം ഫോളോ ചെയ്യുന്ന കൺട്രികളിലും ഉണ്ടായിരിക്കാം. കാരണം നമുക്കറിയാം നിയമത്തിന്റെ രീതിയിലായിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ബലവും കൂടി അവിടെയുണ്ട് അല്ലെ. Then in Scandinavian countries and the UK where democratic socialism exists, collective bargaining is a regular model without the need of the government to get involved. Okay, government ഇടപെടാതെ തന്നെ കളക്റ്റീവ് ബാർഗൈനിങ് മാത്രമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ നടപ്പാക്കുക അല്ലെ. നമുക്കറിയാം ചിലതൊക്കെ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ കളക്റ്റീവ് ബാർഗൈനിങ് ഒക്കെ നടത്തും. യൂണിയൻ ഇടപെട്ട് യൂണിയന്റെ നേതൃത്വത്തിലൊക്കെ വന്നിട്ട് വലിയ വലിയ കമ്പനിക്ക് ആവുമ്പോൾ ചിലപ്പോ എന്താണ് ലീഗലി ആയിട്ട് അല്ലെ ഗവൺമെന്റിന്റെ കൂടെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് ചിലപ്പോൾ മുന്നേറേണ്ടതായിട്ട് വരും. അപ്പൊ ഗവൺമെന്റ് ഒക്കെ പങ്കാളിത്തം അല്ലെ അവരുടേതായിട്ടുള്ള ഇൻവോൾവ്മെന്റ് ചിലപ്പോൾ അല്ലെങ്കിൽ ലീഗലി അവരുടെ സപ്പോർട്ടൊക്കെ ലഭ്യമാക്കി കൊടുക്കും അവരുടെ ജീവനക്കാർക്കൊക്കെ വേണ്ടിയിട്ട്. അതായത് പൊളിറ്റിക്കൽ സപ്പോർട്ടോട് കൂടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ചിലര് ഈ പറഞ്ഞ മാതിരി തന്നെ എന്താണ് ഗവൺമെന്റിന്റെ ഒന്നും ഇടപെടലില്ലാതെ തന്നെ ബാർഗൈനിങ് നടത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുന്ന ചില തരത്തിലുള്ള കൺട്രികളുണ്ട്. അപ്പൊ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വ്യവസായം എന്ന് പറയുന്ന സംരംഭത്തില് പല റിലേഷൻഷിപ്പ് അവിടെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ കൺട്രിയില് പ്രധാനമായിട്ട് നമുക്കറിയാം അവിടെ എല്ലാ ശക്തിയും ഉണ്ട് അല്ലെ. രാഷ്ട്രീയ സ്വാധീനമുണ്ട്. അതോടൊപ്പം തന്നെ ലീഗൽ ആയിട്ടുള്ള സപ്പോർട്ട് ആക്ടുകളൊക്കെ അല്ലെ ഗവൺമെന്റ് ഓർഡറുകളൊക്കെ ഉണ്ട്. ആ ഓർഡറുകളൊക്കെ ഫോളോ ചെയ്യണം. അതേമാതിരി തന്നെ യൂണിയനുകളുണ്ട്. അതേമാതിരി തന്നെ എന്താണ് നല്ല എംപ്ലോയറിനെ അല്ലെ തൊഴിലുടമയ്ക്കും അവരുടേതായിട്ടുള്ള അസോസിയേഷനുകൾ ഉണ്ടാവും. അപ്പൊ എല്ലാവരെയും കൂടി ഒത്തൊരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമാണ് നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഡെവലപ്പ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷെ ചില കൺട്രികളിൽ ഇങ്ങനെ അല്ലെ ഒരു ഗവൺമെന്റിന്റെ ഒരു ചില ചിട്ടകൾ അല്ലെ അതിന്റെ അണ്ടറിൽ മാത്രം പോകുന്ന ഒരു ചില കൺട്രികളൊക്കെ ഉണ്ട്. അവരുടെ വ്യവസായ സ്ഥാപനങ്ങളിലൊക്കെ ചിലതെല്ലാം ഗവൺമെന്റ് വേണ്ട അല്ലെ അതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കൊക്കെ പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ സോഷ്യൽ കൾച്ചറൽ ഫാക്ടേഴ്സ് അതായത് സാംസ്കാരിക അല്ലെ ഒരു സംസ്കാര രീതിയാണ് നമ്മുടെ ഇന്ത്യയുടെ സംസ്കാര രീതി അനുസരിച്ചിട്ട് ഒരു ഡെമോക്രാറ്റിക് ക്യാപിറ്റലിസം സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അല്ലേ? ണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേരെ. ഒരു ഡെമോക്രാറ്റിക് ക്യാപിറ്റലിസം ആണ് അവിടെ ഫോളോ ചെയ്യുന്നതെന്നും അതേമാതിരി തന്നെ നമുക്കറിയാം അല്ലെ ഒരു പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് അതിന്റെ സ്വാധീനം നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് അല്ലെ എല്ലാവരും ബൈഹാർട്ടൊന്നും പഠിക്കേണ്ട, മനസ്സിലാക്കി പഠിച്ചാൽ മതി. ആ ഹെഡിങ്സുകൾ ഒന്ന് മോസ്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ്. ഓർഗനൈസേഷൻ ഫാക്ടേഴ്സിൽ എന്താണ് പറയുന്നത്? അപ്പൊ ഇവിടെ ഡെമോക്രാറ്റിക് ക്യാപിറ്റലിസം നമുക്ക് കളക്റ്റീവ് ബാർഗൈനിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ കാര്യമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേരെ. കളക്റ്റീവ് ബാർഗൈനിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഡെമോക്രാറ്റിക് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാനത് ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ് ആണ്. എന്താണ് ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ് നോക്കാം. These factors consist of a management style existing in the organization, is a perspective, organizational environment, health of the organization, degree of competition, flexibility towards change, and diverse HRM policies. ഓക്കെ, നമുക്ക് ഒരു ചട്ടക്കൂട് ഉണ്ട് അല്ലെ. ഒരു സംരംഭം ആവുമ്പോൾ ഒരു ഇൻഡസ്ട്രി ആവുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ചട്ടക്കൂട് ഉണ്ട്. അതായത് അത് നല്ല രീതിയിൽ അല്ലെ മുന്നോട്ട് പോകും, നല്ല പങ്ക്ച്വൽ ആയിട്ട് ഓരോന്നിനും നല്ല സ്പാൻ ഓഫ് കൺട്രോളും അല്ലെ ഒരു ഹയറാർക്കി സിസ്റ്റം ഒക്കെ ഫോളോ ചെയ്ത് പോകുന്നതിന് പ്രത്യേകമായിട്ടുള്ള ചട്ടക്കൂട് ഏതൊരു ഓർഗനൈസേഷനും ഉണ്ടാവും. അപ്പൊ അവര് എന്താണ് തീർച്ചയായിട്ടും എന്താണ് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഒരു മാനേജ്മെന്റിന്റെ സ്റ്റൈലാണ് അവിടെ വരുന്നത് അല്ലെ. ഏതെങ്കിലും ഒരു മാനേജ്മെന്റിന്റെ അണ്ടറിൽ അവരുടെ കൺട്രോളിങ്ങിലാണ് അവിടുത്തെ ബാക്കിയുള്ള ജീവനക്കാരെല്ലാവരും പോകുന്നത്. ഒരു നല്ലൊരു
കൺട്രോളിംഗ് ലെവലിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് അല്ലെ. അപ്പൊ അവിടെ എന്താണ് ആ ഓർഗനൈസേഷനിൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് അവിടെയുള്ള അംഗങ്ങളുടെയൊക്കെ നല്ല രീതിയിലുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ്. അതായത് ഒരു സുപ്പീരിയറിറ്റി അല്ലെങ്കിൽ സബോർഡിനേറ്റ് ആണ്, സുപ്പീരിയർ ആണ്, റെസ്പെക്ട് ചെയ്യേണ്ടവരെ റെസ്പെക്ട് ചെയ്യണം, അതേപോലെ തന്നെ ഡ്യൂട്ടി ചെയ്യേണ്ടത് കൃത്രിമ സമയത്തിന് തന്നെ ചെയ്ത് തീർക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു കൃത്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. അത് തന്നെയാണ് ആ ഓർഗനൈസേഷന്റെ ഒരു ഹെൽത്ത് എന്ന് പറയുന്നത്. ദെൻ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം അവിടെ എന്താണ് പരസ്പരം എന്തൊക്കെ പുതിയ ചലഞ്ചസ് വന്നാലും അവിടെ എന്താണ് താഴെ തലയിലുള്ളവർ തുടങ്ങി മെത്തട്ടിലുള്ളവര് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അത് എങ്ങനെ കൈകാര്യം ചെയ്തെടുക്കാന്നൊക്കെ എളുപ്പത്തിൽ അവര് മനസ്സിലാക്കിയിട്ട് അവിടെ ഇതായിട്ടുള്ള അധികാരങ്ങളെല്ലാം ഓരോരുത്തരെയും കൊണ്ട് ചെയ്യാനൊക്കെ ആയിട്ടുള്ളത് വിട്ടുകൊടുക്കും അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ട് എന്താ പ്രത്യേകത, നമുക്ക് ഈ ചലഞ്ചസിന് വേണ്ടിയിട്ട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ചസ് നടത്താനായിട്ട് സാധിക്കും അല്ലെ. ഒരു ഫ്ലെക്സിബിലിറ്റി എന്ന് വെച്ചാൽ ചേഞ്ചസ് നടത്താനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ ഈ സ്ട്രക്ചറിൽ ഈ ഘടനയിൽ തന്നെ ചില കാര്യങ്ങളല്ലേ ചില അധികാരങ്ങളൊക്കെ വിട്ടുകൊടുക്കേണ്ട കുറെ ആവശ്യകതകൾ വരും. എപ്പോഴും ഫുള്ളി കൺട്രോളബിൾ അല്ലെ, മേൽത്തട്ടിലുള്ളവർക്ക് മാത്രം ഫുൾ കൺട്രോള് നടപ്പാക്കി കൊണ്ടുപോകാനൊക്കെ പറ്റിയെന്ന് വരില്ല. വലിയ വലിയ ഓർഗനൈസേഷൻ ആകുമ്പോൾ ചിലപ്പോൾ അവരുടെ ഡിപ്പാർട്ട്മെന്റ് തലവന്മാരെ ഏൽപ്പിക്കും. ആ ഡിപ്പാർട്ട്മെന്റ് തലവന്മാരുടെ കീഴിലായിരിക്കും മറ്റു വർക്കേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ എവിടെയെങ്കിലൊക്കെ ചേഞ്ചസ് ഒക്കെ വരുത്താനൊക്കെ ആയിട്ട് ഡിപ്പാർട്ട്മെന്റ് തലവന്മാർക്ക് ഇപ്പോൾ ഒരു സ്വാതന്ത്ര്യം അല്ലെ, അവിടെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ അവർക്ക് വിട്ടുകൊടുക്കും. പിന്നെ അങ്ങനെ വരുമ്പോൾ വിവിധങ്ങളായിട്ടുള്ള അല്ലെ നമുക്കറിയാം പോളിസികളൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുത്ത് നമുക്കറിയാം ഏത് ചലഞ്ചസ് വന്നാലും അല്ലെ എന്ത് കോമ്പറ്റീഷൻ വന്നാലും അതിനെ പിടിച്ചു നിൽക്കാനൊക്കെ ആയിട്ട് ആ ഓർഗനൈസേഷന്റെ ഫാക്ടേഴ്സിനെ ഘടകങ്ങൾക്ക് സ്വാധീനിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ അത് ഒരു ആക്ച്വലി എന്താണ് ആ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു ഘടനയാണ് അല്ലെ. അപ്പൊ പല ഘടകങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ പ്രധാനമായിട്ടും വരുന്നത് പെർസ്പെക്റ്റീവ്, ഓർഗനൈസേഷൻ എൻവയോൺമെന്റ്, അതിന്റെ പശ്ചാത്തലമുണ്ട്, ഹെൽത്ത് ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്, ഡിഗ്രി ഓഫ് കോമ്പറ്റീഷന്, ഫ്ലെക്സിബിലിറ്റി ടുവേർഡ്സ് ചേഞ്ച് ആൻഡ് ഡൈവേഴ്സ് HR പോളിസീസ് അല്ലെ. വിവിധങ്ങളായിട്ടുള്ള നിയമങ്ങൾ, അങ്ങനെ ആ നിയമങ്ങളൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ ചേഞ്ചസ് ആവാം. ആ ചേഞ്ചസ് ആവുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഡെലിഗേഷനിലെ അധികാരങ്ങളൊക്കെ വെട്ടിക്കൊടുക്കാനായിട്ടുള്ള സ്ഥലത പ്രകടിപ്പിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ അവര് സ്വതന്ത്രമായിട്ട് എന്ത് കോമ്പറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് എങ്കിലും അവിടെ ആ ഓർഗനൈസേഷന് അത് ഫേസ് ചെയ്യാനും അവരുടെ ആ പ്രോബ്ലംസ് ഒക്കെ തരണം ചെയ്തിട്ട് ഗോൾ അച്ചീവ് ചെയ്യാനും അവരെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. ാണോ? ക്ലിയറായോ? അവരുടെ ശൈലിയാണ് മാനേജ്മെന്റിന്റെ ശൈലി. ഓക്കെ, ഇനി വീണ്ടും നമുക്ക് ലാസ്റ്റ് നോക്കാനുള്ളത് ഗ്ലോബൽ ഫാക്ടേഴ്സ് ആണ്. ഗ്ലോബൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, അവിടെ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഒരു കമ്പനി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ ആ ഒരു ഇന്ത്യയിൽ മാത്രം സാധനങ്ങൾ അല്ലെ അവിടുത്തെ മാത്രം ലക്ഷ്യം ഇട്ടുകൊണ്ടായിരിക്കില്ല ചിലപ്പോൾ കമ്പനി ഫോം ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷെ പുറത്ത് ഗ്ലോബലി നമ്മുടെ ബിസിനസ് പ്ലാൻ ചെയ്യണം അല്ലെ, അവിടെയും കൂടി നമ്മുടെ വ്യവസായത്തിന് നല്ലൊരു റിട്ടേൺ ഉണ്ടാവണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും അങ്ങനെ ആ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ആ ഘടകങ്ങൾ കൂടി നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം. ചിലപ്പോഴെങ്കിലും നമ്മുടെ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്യുന്നത് വരെ ചിലപ്പോൾ മറ്റു രാജ്യങ്ങളിൽ നിന്നായിരിക്കും അല്ലെ. അപ്പൊ ആ ഘടകങ്ങളെല്ലാം തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. അവരോടൊക്കെ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മാത്രമാണ് ആ ഒരു കമ്പനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. These factors include global difference, international relations, economic, political principles, functions of ILO, foreign trade agreements and relations, economic and trading policies of power blocks, global cultural environment, international labor agreements, etc. Okay. അപ്പൊ അതില് പ്രധാനമായിട്ടും വരുന്നത് ഗ്ലോബൽ ആയിട്ടുള്ള അല്ലെ ആഗോള തലത്തിലുള്ള വ്യത്യാസങ്ങളാണ് അവിടെ പ്രകടമായിട്ട് കാണുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം നമ്മുടെ രാജ്യം മറ്റു രാജ്യങ്ങളുമായിട്ട് ഇന്റർനാഷണൽ ആയിട്ടുള്ള റിലേഷൻ ഉണ്ടായിരുന്നു അല്ലെ. മറ്റു രാജ്യങ്ങൾ നമ്മള് നല്ലൊരു വ്യാപാരബന്ധം നമുക്കറിയാം, ഈ കരാറിൽ ഒപ്പിട്ടു, ആ കരാറിൽ ഒപ്പിട്ടു അല്ലെ. നല്ല വ്യാപാര ബന്ധത്തിന്റെ തുടക്കമായി അത് വ്യാപാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ പാത തുറന്നു കൊടുത്തു. അങ്ങനെയൊക്കെ നമ്മൾ ന്യൂസിൽ കേൾക്കുന്നത്. അതിന് നല്ലൊരു റിലേഷൻസ് മറ്റു രാജ്യങ്ങളുമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമുക്കറിയാം ചില ഭരണത്തിൽ ഏർപ്പെടുന്നവര് കയറി വരുമ്പോൾ അല്ലെ ചിലപ്പോഴെങ്കിലും എന്താണ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്വാധീനം അവിടെ എഫക്ട് ചെയ്യാറുണ്ട്. ചിലപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ അല്ലെ മറ്റു കൺട്രികളിലേക്ക് ചിലപ്പോൾ വേണമെങ്കിൽ
ചില കാര്യങ്ങളൊക്കെ തടഞ്ഞു വെക്കാം അല്ലെ, ഇമ്പോർട്ട് നിർത്തി വെക്കാം, എക്സ്പോർട്ട് ഒക്കെ നിർത്തി വെക്കാം. അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചില രാഷ്ട്രീയക്കാരൊക്കെ പാർട്ടീസൊക്കെ അല്ലെ അവിടെ അല്ലെ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വരുമ്പോൾ ചില പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടപ്പാക്കി വരാനായിട്ട് അവരുടെയൊക്കെ സ്വാധീന ശക്തി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് എക്കണോമിക് പൊളിറ്റിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് അല്ലെ. ചില സാമ്പത്തിക അടിസ്ഥാന വസ്തുക്കളെ അല്ലെ ചിലപ്പോൾ വേണമെങ്കിൽ ഫിനാൻസ് അവരെ വിട്ടുകൊടുക്കുന്നതൊക്കെ തടഞ്ഞു വെക്കാം അല്ലെ. നമുക്കറിയാം ഒരിക്കലും അവിടെ നമ്മളുടെ കൺട്രിക്ക് ഒറ്റയ്ക്ക് മാത്രമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അല്ലെ. നമ്മള് ഇൻഡസ്ട്രി വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൺട്രി മാത്രമല്ല മറ്റു കൺട്രികളൊക്കെ ആയിട്ട് ഒത്തൊരുമിച്ച് പോകേണ്ടതായിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് അല്ലെ ഇറക്കുമതിയും കയറ്റുമതിയൊക്കെ അത് നല്ല രീതിയിൽ സുഗമമായിട്ട് പോയാൽ മാത്രമാണ് ഈ കൺട്രിക്ക് ആ വ്യവസായങ്ങളൊക്കെ വളർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി അതിൽ പറയുന്നത് ഫങ്ഷൻസ് ഓഫ് ILO അല്ലെ, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഓക്കെ, അതിന്റെ ഓർഗനൈസേഷന്റെ ലേബർ ഓർഗനൈസേഷൻസിന്റെ പ്രവർത്തനങ്ങളെല്ലാം നമ്മളെല്ലാവരും തന്നെ ഒരേപോലെ ഫോളോ ചെയ്യണം അല്ലെ. ഒരു തൊഴിലാളികൾക്ക് എല്ലാം ഇന്റർനാഷണലി കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ അതും നമ്മളും ഫോളോ ചെയ്ത് പോകണം അല്ലെ. ജാഥയെ പോലെയുള്ള ഇൻഡസ്ട്രിയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ ഇന്റർനാഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഫോളോ ചെയ്ത് പോകേണ്ടതാണ്. അതേമാതിരി ഫോറിൻ ട്രേഡ് എഗ്രിമെന്റ്സ് ആൻഡ് റെഗുലേഷൻസ്. ഓക്കെ, നമുക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി വ്യാപാര കരാറുകൾ അല്ലെ, ആ ബന്ധങ്ങളിലൊക്കെ ചിലപ്പോഴൊക്കെ നമ്മൾ ഒപ്പുവെക്കാറുണ്ട്. പ്രധാനമായിട്ടും നമ്മളെ രാഷ്ട്രീയ നേതാക്കന്മാരായിരിക്കും അതിനൊക്കെ ഒപ്പുവെച്ച് അവരൊക്കെ ആയിട്ട് അല്ലെ നല്ല ബന്ധത്തിലൊക്കെ ഏർപ്പാടാക്കി പോകുന്നത് അല്ലെ. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഘടകങ്ങളും വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒന്ന് തന്നെയാണ്. എക്കണോമിക് ആൻഡ് ട്രേഡിംഗ് പോളിസീസ് ഓഫ് പവർ ബ്ലോക്സ്, ഗ്ലോബൽ കൾച്ചറൽ എൻവയോൺമെന്റ്, ഇന്റർനാഷണൽ ലേബർ എഗ്രിമെന്റ്സ് എക്സെട്ര. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ആഗോളതലത്തിലുള്ള അല്ലെ സാംസ്കാരിക പശ്ചാത്തലങ്ങൾ, ചില വ്യവസായ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങണമെങ്കിൽ ചില ഹസാർഡ്സ് അല്ലെ മുൻകരുതലുകളൊക്കെ എടുക്കാം. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രിവെൻഷൻസ് ഒക്കെ എടുത്തതിന് ശേഷമാണ് ആ വ്യവസായ സ്ഥാപനങ്ങൾക്കൊക്കെ മുന്നേറാനായിട്ട് സാധിക്കുള്ളൂ. ചിലപ്പോൾ അതൊക്കെ ഇന്റർനാഷണലി ഡെവലപ്പ് ചെയ്ത കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സുകളായിരിക്കും. അതൊക്കെ മസ്റ്റായിട്ട് ഫോളോ ചെയ്ത് മാത്രമാണ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം നമ്മുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ആയിരിക്കും. ഇന്റർനാഷണൽ ലേബർ എഗ്രിമെന്റ്സ് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം അല്ലെ, നമ്മുടെ രാജ്യവും മറ്റു രാജ്യങ്ങളൊക്കെ ആയിട്ടുള്ള ചില കരാർ വ്യവസ്ഥകളാണ്. തൊഴിൽ സംബന്ധമായിട്ടുള്ള കരാർ വ്യവസ്ഥകൾ അല്ലെ. ഇതിലും കുറെ കരാർ വ്യവസ്ഥകളൊക്കെ ഉണ്ടാവും. വെള്ളത്തിന്റെ കാര്യത്തിലും ഒക്കെ അല്ലെ നമ്മൾ കുറെ അല്ലെ പലതരത്തിലുള്ള എനർജി സംബന്ധമായിട്ടുള്ള കാര്യത്തിന് നമ്മൾ കുറെ കരാർ വ്യവസ്ഥകൾ വരും. നമ്മുടെ ഇൻഡസ്ട്രിക്ക് ചിലപ്പോൾ വേണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള പവർ സപ്ലൈ വരെ ചിലപ്പോൾ വേണമെങ്കിൽ ഇവരുടെയൊക്കെ പിൻബലത്തിന്റെ പൈസ ആയിരിക്കും ലഭ്യമാകുന്നത്. അപ്പൊ എന്തായാലും എന്താണ് മറ്റു രാജ്യങ്ങളുമായിട്ട് നല്ലൊരു അഭേദ്യമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കേണ്ടത് മസ്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരിക്കലും തൊഴിലുടമ തൊഴിലാളി ബന്ധം മാത്രം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരു ഇൻഡസ്ട്രിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാ തരത്തിലുള്ള ഘടകങ്ങളുണ്ട് അല്ലെ. അത് ഇപ്പൊ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പുറത്തുനിന്ന് വരികയാണെങ്കിൽ അതൊന്നും നമ്മുടെ കമ്പനിയെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കണ്ണടയ്ക്കാൻ പറ്റില്ല അല്ലെ. നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും നടപടിക്രമങ്ങൾ അത് ഇന്റർനാഷണലി വന്നിരിക്കുന്ന നടപടിക്രമമാണെങ്കിലും അത് ഫോളോ ചെയ്യേണ്ടതാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ നടപടിക്രമമൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. സോ എല്ലാ ഘടകങ്ങളും അല്ലെ, ഗ്ലോബൽ ഫാക്ടേഴ്സ്, ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ്, സോഷ്യൽ കൾച്ചറൽ ഫാക്ടേഴ്സ്, പൊളിറ്റിക്കൽ സ്വാധീന ശക്തികൾ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ്, എക്കണോമിക് ഫാക്ടേഴ്സ്, അതേപോലെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻസിന്റെ ഭാഗം തന്നെയാണ്. അതെല്ലാം തന്നെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു പോയാൽ മാത്രമാണ് ആ ഇൻഡസ്ട്രിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രധാനമായിട്ടും ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസിൽ ഈ ഓർഗനൈസേഷൻ ഫാക്ടേഴ്സിൽ പെടുന്ന ഘടകങ്ങൾ എന്തൊക്കെയാ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആണ് കാണാറുള്ളത്. സോ അതുകൊണ്ട് തന്നെ ആ പോയിന്റ്സുകളൊക്കെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ILO ഒക്കെ ഫുൾ ഫോം നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ, ആണോ? ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഇതിലെന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്? These factors include global difference, international relations, economic political principles, functions of ILO. Okay, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഗ്ലോബൽ ഫാക്ടേഴ്സിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. ഓർഗനൈസേഷൻ ഫാക്ടേഴ്സിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആയിരിക്കുന്നത്? അതായത് മാനേജ്മെന്റ് സ്റ്റൈൽ, എക്സിസ്റ്റിംഗ് ഓർഗനൈസേഷൻ, ഇറ്റ്സ് എ പെർസ്പെക്റ്റീവ്, ഓർഗനൈസേഷൻ എൻവയോൺമെന്റ്, ഹെൽത്ത് ഓഫ് ദ ഓർഗനൈസേഷൻ, ഇതെല്ലാമാണ്
അതിന്റെ ഘടകങ്ങളെന്ന് വിശേഷിപ്പിക്കുന്നു. ഓക്കെ, അങ്ങനെ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. പിന്നെ അതേപോലെ തന്നെ സോഷ്യൽ കൾച്ചർ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഡെമോക്രാറ്റിക് ക്യാപിറ്റലിസമാണ്, കളക്റ്റീവ് ബാർഗെയിനിങ് ഒക്കെ നടപ്പാക്കാനായിട്ട് സാധ്യമാകുന്ന ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ. ഓക്കെ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ, എവിടെയെങ്കിലും നമുക്ക് കിട്ടാത്ത എന്തെങ്കിലും വായിച്ചു നോക്കാം. ആണോ? നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, നമുക്കപ്പോ അപ്രോച്ചസ് ഓഫ് എംപ്ലോയീസ് റിലേഷൻസ് നോക്കാം. എന്തൊക്കെ അപ്രോച്ചുകളാണ് എംപ്ലോയിയുടെ ബന്ധവുമായി ബന്ധപ്പെട്ട് വരുന്നതെന്ന് നോക്കാം. അതായത് ചില അപ്രോച്ചുകൾ അല്ലെ, ചില എംപ്ലോയിയുടെ റിലേഷൻസുമായിട്ടുള്ള പല ഇതുകളുണ്ട്, എന്താണ് ബന്ധങ്ങളുണ്ട്. അത് ഓരോന്നും എന്താണെന്ന് നോക്കാം. എന്താണ് സൈക്കോളജിക്കൽ അപ്രോച്ച്? സൈക്കോളജിക്കൽ അപ്രോച്ച് എന്താണെന്നുള്ളതാണ് ആദ്യമായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഇതിന് ഓരോന്നും ഉണ്ട്. അതായത് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് ഉണ്ട്, സോഷ്യോളജിക്കൽ അപ്രോച്ച് ഉണ്ട്, ഗാന്ധിയൻ അപ്രോച്ച്, ദെൻ സോഷ്യൽ എത്തിക്കൽ അപ്രോച്ച്, കള്ളാപ്പ സിസ്റ്റം അപ്രോച്ച്. ഓക്കെ, ഓരോരുത്തരുടെയും സമീപനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ സൈക്കോളജിക്കൽ ആയിട്ടുള്ള അല്ലെ അവരുടെ സമീപനം എന്താണെന്ന് നോക്കാം. സൈക്കോളജിക്കാര് അല്ലെ അവരുടെ സമീപനത്തിൽ എന്താ പറയുന്നത് നോക്കാം. The psychological approach view that issue of industrial relations are intensely embedded in the attitude and the perception of the key participants. Okay, അതായത് ധാരണകളും ചില അല്ലെ മനോഭാവങ്ങള് ആറ്റിറ്റ്യൂഡുകളുമെല്ലാം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നാണ് ഇവിടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള സമീപനത്തിന്റെ വിഷയത്തിൽ പറയുന്നത്. ചില മനോഭാവങ്ങളും ധാരണകളും അതിപ്രധാനപ്പെട്ട അല്ലെ കാര്യമാണെന്നാണ് അവിടെ വിശേഷിപ്പിക്കുന്നത്. Person Harris studies the impact perception of an individual on his own behavior. അല്ലെ, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് ബിഹേവിയർ അല്ലെ സ്വന്തം പെരുമാറ്റത്തില് അല്ലെങ്കിൽ സ്വന്തം ആ ഒരു പെരുമാറ്റ ശാസ്ത്രത്തില് ചില ധാരണകള് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. In this study, the behavior of two dissimilar groups, that is executives and the union leaders, are analyzed with the help of a TAT, thematic approach. Next, to conduct the test, a photograph of an ordinary middle-aged person was taken as an input, and it was expected from both the group of give their rating. Okay, ഇവിടെ നമുക്ക് okay, in this study, the behavior of two dissimilar groups, that is executives and union leaders. Okay, അവിടെ രണ്ട്
ഗ്രൂപ്പുകളാണ് നമ്മളെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. എക്സിക്യൂട്ടീവും യൂണിയൻ ലീഡേഴ്സിനുമാണ് പരിചയപ്പെടുത്തുന്നത്. നോക്കാം അവരുടെ വീക്ഷണത്തില് അവരുടെ അനലൈസേഷൻ ഓഫ് എന്താണ് അല്ലെ ഒരു പ്രത്യേകമായിട്ടുള്ള പേഴ്സണെ വെച്ചിട്ടാണ് അവർ അനലൈസ് ചെയ്യുന്നത്. അതായത് TAT തെമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. നോക്കാം എന്താണ് അവർ എക്സാമ്പിൾ വെച്ച് പറയുന്നത്. ടു കണ്ടക്ട് ദ ടെസ്റ്റ് എ ഫോട്ടോഗ്രാഫ് ഓഫ് ആൻ ഓർഡിനറി മിഡിൽ-ഏജ്ഡ് പേഴ്സൺ വാസ് ടേക്കൺ ആസ് ഇൻക്ലൂഡ്. ഒരു സാധാരണ രീതിയിലുള്ള ഒരു ഓർഡിനറി മിഡിൽ-ഏജ്ഡ് പേഴ്സന്റെ ഒരു ഫോട്ടോഗ്രാഫ് ആണ് ഇവിടെ ഒരു ഇൻപുട്ട് ആയിട്ട്. ഓക്കെ, നമ്മളെ വീക്ഷണത്തിന്റെ അല്ലെ അവരുടെ വീക്ഷണത്തിന്റെ ഒരു തോതാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വാസ് എക്സ്പെക്ടഡ് ഫ്രം ബോത്ത് ദ ഗ്രൂപ്പ്സ് ടു ഗിവ് ദെയർ റേറ്റിംഗ്സ്. ഓക്കെ, ആ ഒരു ഫോട്ടോഗ്രാഫിന് ഈ എക്സിക്യൂട്ടീവ് പക്ഷവും യൂണിയൻ ലീഡേഴ്സും അവരുടെ ഓരോ ഗ്രൂപ്പുകാര് തരുന്ന റേറ്റിംഗ്സ് അതാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അതെങ്ങനെയാണ് സൈക്കോളജിക്കൽ അപ്രോച്ചിനെ അവരെ പരിചയപ്പെടുന്നത്. അതായത് the photograph was rated by the group in a different manner. That is, the union leaders referred to the person in the photograph as a manager, while the group of executive identified it as the union leader in the photograph. Okay, നമുക്കറിയാം അവിടെ എന്താണ് എക്സിക്യൂട്ടീവ് യൂണിയൻ ലീഡേഴ്സ് റെഫേർഡ് ടു എ പേഴ്സൺ ഇൻ ദ ഫോട്ടോഗ്രാഫ് ആസ് എ മാനേജർ അല്ലെ. അവിടെ യൂണിയൻ ലീഡേഴ്സ് റെഫർ ചെയ്യുന്നത് ഒരു മാനേജർ ആയിട്ടാണ് ആ ഒരു പേഴ്സണെ റെഫർ ചെയ്യുന്നതെങ്കിൽ എക്സിക്യൂട്ടീവ് പേഴ്സൺ ഐഡന്റിഫൈ ചെയ്യുന്നത് അത് യൂണിയൻ ലീഡർ ആയിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് അല്ലെ. അതായത് ഇറ്റ് വാസ് കൺക്ലൂഡഡ് ദാറ്റ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് ലേബർ അറൈസ് ആസ് എവരി ഗ്രൂപ്പ് നെഗറ്റീവ്ലി പെർസീവ് ദ അതർ വൺ. ഓക്കെ, അതായത് എക്സിക്യൂട്ടീവ് പക്ഷവും യൂണിയന്റെ പക്ഷവും അവിടെ ഉണ്ടാവും. തീർച്ചയായിട്ടും ഒരു കൂട്ടര് എന്താണ് ആ ഒരു ഫോട്ടോഗ്രാഫ് വെച്ചുകൊണ്ട് ഇത് മാനേജറാണെന്ന് പറയുമ്പോൾ മറ്റൊരു കൂട്ടര് പറയുന്നത് അത് യൂണിയൻ ലീഡർ ആണെന്ന് പറയുന്നു. അതായത് തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മൾ വേറെ ഒരുപാട് ഇത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആകെ തെറ്റിദ്ധാരണ വരും. അതായത് തീർച്ചയായിട്ടും മാനേജ്മെന്റും അവിടെ യൂണിയൻ ലീഡേഴ്സും അവിടെ വർക്ക് ചെയ്യും അല്ലെ. അവിടെ പ്രാധാന്യമായിട്ടും അവരുടെ ഡ്യൂട്ടികൾ അവിടെ ചെയ്യും. അതായത് ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ അവിടെ മാനേജ്മെന്റ് എംപ്ലോയറുടെ പക്ഷം വിളിച്ചുകൊണ്ട് അവരുടേതായിട്ടുള്ള ഡ്യൂട്ടികൾ ചെയ്യും. യൂണിയനുകൾ തീർച്ചയായിട്ടും എന്താണ് അവിടെ ഉള്ള വർക്കേഴ്സിനെ അല്ലെ അവരുടേതായിട്ടുള്ള റൈറ്റ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അവര് മാനേജ്മെന്റ് എന്താണ് തീർച്ചയായിട്ടും എന്താണ് അവിടെ എംപ്ലോയറുടെ പക്ഷത്താണ് എങ്കിൽ യൂണിയൻ നേതാക്കള് പക്ഷത്തായിരിക്കും ആര് വർക്കേഴ്സ് നിലകൊള്ളുന്നത്. യൂണിയൻ നേതാക്കളുടെ പക്ഷത്തായിരിക്കും വർക്കേഴ്സ് നിലകൊള്ളുന്നത്. മാനേജ്മെന്റ് ആരുടെ പക്ഷത്തായിരിക്കും എംപ്ലോയറുടെ പക്ഷത്തായിരിക്കും നിലകൊള്ളുന്നത്. അങ്ങനെ രണ്ട് ഗ്രൂപ്പ്സ് ആയിരിക്കും അവിടെ സ്വാഭാവികമായിട്ടും ഉണ്ടായിരിക്കുക അല്ലെ. അപ്പൊ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. തീർച്ചയായിട്ടും അവര് അല്ലെ ഇരു കൂട്ടരും ഒരു പ്രത്യേകമായിട്ടുള്ള ധാരണ കാഴ്ചപ്പാടിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് യൂണിയൻ പ്രവർത്തിക്കുമ്പോൾ തൊഴിലുടമയുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടായിരിക്കും അവിടെ മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ അവിടെ TAT തുടങ്ങുന്ന ജസ്റ്റ് ഒന്ന് നോട്ട് വെച്ചാല് തെമറ്റിക് പെർസെപ്ഷൻ ടെസ്റ്റ് ആണ്. ഓക്കെ, ഓരോരുത്തരുടെയും ധാരണകളാണ് അവിടെ വിശകലനം ചെയ്യുന്നത്. സൈക്കോളജിക്കൽ അപ്രോച്ചാണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. അതായത് ആ ഒരു സമീപനത്തില് രണ്ടു കൂട്ടരുടെയും കൂടി നിലപാടുകൾ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനി ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് Elston Mayo was the founder of the human relation approach. This school of thought was later extended by Roethlisberger, Whitehead, WF, White and Homans, who gave a rational views of the characteristics of industry conflicts and harmony. Okay, ഒരു വ്യവസായത്തിന്റെ തർക്കങ്ങൾക്കും ഐക്യത്തിന്റേതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അത് എൽട്ടൺ മാരെയാണ് എന്താണ് നമ്മളെ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ആ ഒരു തീരുന്ന നോട്ട് ചെയ്തേരെ ആരാണ് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് ഡെവലപ്പ് ചെയ്തത് അല്ലെ. അത് ഫൗണ്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്ത് വെച്ചേര് എൽട്ടൺ മാരെയാണ്. അവരെ തീർച്ചയായിട്ടും ഇൻഡസ്ട്രിയിലെ കോൺഫ്ലിക്ട്സുകളും ഹാർമണികളും അതായത് ഐക്യത്തിന് വേണ്ടിയിട്ടും തർക്കത്തിന് വേണ്ടിയിട്ടും ആയിട്ടുള്ള വീക്ഷണകോണുകളാണ് ഇവിടെ എടുത്തു പറയുന്നത്. നോക്കാം എന്താന്നുള്ളത്. This approach emphasizes on those policies and methods that can be implemented to improve the workers' and employees' self-esteem, competence, and the job satisfaction. അതായത് ഈ അപ്രോച്ചില് പ്രധാനമായിട്ട് പറയുന്നത് കൂടുതലായിട്ട് അല്ലെ വലിയ തർക്കങ്ങളൊന്നും ഇല്ലാതെ ഐക്യത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ
തീർച്ചയായിട്ടും ആരെ സാറ്റിസ്ഫൈ ചെയ്യിക്കാമെന്നാണ് എടുത്തു പറയുന്നത്? എംപ്ലോയീസിന് അല്ലെങ്കിൽ വർക്കേഴ്സിന് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അത് സംതൃപ്തിയോട് കൂടിയിട്ട് അല്ലെ, അത് ആ ഒരു കാര്യങ്ങൾ അവരുടെ ആത്മാഭിമാനം അല്ലെങ്കിൽ അവരുടെ സംതൃപ്തി അല്ലെ, അതിനു വേണ്ടിയിട്ട് നിലകൊണ്ട് പ്രവർത്തിക്കണമെന്ന്, അതിനു വേണ്ടിയിട്ടുള്ള നയങ്ങളൊക്കെയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, അതായത് നടപ്പാക്കി കൊണ്ടുപോകേണ്ടത്. അപ്രോച്ച് എംഫസിസ് ഓൺ ദോസ് പോളിസീസ് ആൻഡ് മെത്തേഡ്സ് അല്ലെ, അവിടെ നടപ്പാക്കുന്ന നിയമങ്ങളും മെത്തേഡുകളും that can be implemented to improve the workers or employees self-esteem, competence and job satisfaction. തൊഴിലാളികളുടെ ആത്മാഭിമാനത്തിനും അല്ലെങ്കിൽ അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും അവരുടെ സാറ്റിസ്ഫാക്ഷനും വേണ്ടിയിട്ടുള്ള കുറെ പോളിസികളും നയങ്ങളും മെത്തേഡുകളും ഒക്കെയാണ് അല്ലെ, അതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ഊന്നൽ നൽകിയിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, അതായത് നടപ്പാക്കേണ്ടത്. It also help to maintain peaceful relations between labor and management. ഓക്കെ, നമുക്കറിയാം തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് നടപ്പാക്കി കൊടുക്കുകയും അവിടെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സമാധാന അന്തരീക്ഷം അല്ലെ, മാനേജ്മെന്റും തൊഴിലാളികളും തമ്മിലൊരു സമാധാന അന്തരീക്ഷത്തോടു കൂടിയിട്ട് മുന്നേറാനായിട്ട് സാധിക്കും. അതാണ് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്. ഓക്കെ, നമ്മള് മറ്റെല്ലാ ഘടകങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനത്തോടു കൂടിയിട്ട് അവിടെയുള്ള വർക്കേഴ്സിന് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഘടകത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് എന്താണെന്ന് മനസ്സിലായോ? ാണോ? ഓക്കെ, അപ്പൊ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചില് അത് ആരാണ് ഡെവലപ്പ്, ഫൗണ്ടർ ആരാന്ന് നോക്കാം. എച്ച് എൻ മെയ്യോ ആണ് ഫൗണ്ടർ ആയിട്ട് വിശേഷിപ്പിക്കുന്നത്. അവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ആരുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ്? വർക്കേഴ്സിന്റെ ആണോ അല്ലെ, അവിടെ എംപ്ലോയറുടെ ആണോ എംപ്ലോയിയുടെ ആണോ? ആരുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണോ കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്ന് പറയുന്നത്? എംപ്ലോയറുടെ ആണോ എംപ്ലോയിയുടെ ആണോ അല്ലെങ്കിൽ വർക്കറിന്റെ ആണോ? അപ്പൊ നമുക്ക് ഓപ്ഷൻ ഒക്കെ വരുമ്പോ കൺഫ്യൂഷൻ വേണ്ട. ആരെയാണ്? വർക്കേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയി അല്ലെ, അവരുടെയൊക്കെ കൂടുതൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഏത് അപ്രോച്ചില്? ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചിൽ. ഓക്കെ, ക്ലിയർ അല്ലേ? നോട്ട് ചെയ്തില്ലേ? ആണോ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് സോഷ്യോളജിക്കൽ അപ്രോച്ച്. ഓക്കെ, സോഷ്യോളജിക്കൽ അപ്രോച്ചില് നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. ആ സമീപനത്തിൽ എന്താ പറയുന്നത്? Sociological approach compares the industry to a small social world that consists of a mix of various people and groups having different types of personalities, academic background, family upbringing, feelings like and dislike, as well as other personal factors like attitude, behavior, etc. Okay. അപ്പൊ സോഷ്യോളജിക്കൽ അപ്രോച്ചില് പ്രധാനമായിട്ട് പറയുന്നത് സോഷ്യൽ ഒരു വേൾഡ് അല്ലെ, ഒരു സമൂഹം എന്ന് പറയുന്ന ആ വേൾഡില് ഡിഫറെന്റ് ആയിട്ടുള്ള പേഴ്സൺസ് അല്ലെ, അവിടെ വർക്ക് ചെയ്യുന്നവരെ എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവര് ഡിഫറെന്റ് ആയിട്ടുള്ള പീപ്പിൾസ് ആയിരിക്കും, അവരുടേതായിട്ടുള്ള വ്യക്തിത്വങ്ങളായിരിക്കും അവർക്ക് ഉണ്ടാവുക. അതിന് അവർക്കാണ് ക്വാളിഫിക്കേഷനും അല്ലെങ്കിൽ മറ്റ് ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം വ്യത്യസ്തമായിരിക്കും അല്ലെ, ശരിയല്ലേ? നമ്മളൊരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള വർക്കേഴ്സിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം കൊണ്ടും വേറിട്ട നേച്ചർ ആയിരിക്കും അല്ലെ. അവർക്ക് ചിലപ്പോൾ ആണെങ്കിൽ വർക്കിംഗ് ഒക്കെ ഒരേപോലത്തെ രീതിയിലാണ് അവരെല്ലാം ചെയ്യുന്നതെങ്കിൽ കൂടി അവരുടെ കഴിവുകളോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി വ്യക്തിത്വങ്ങളോ അല്ലെങ്കിൽ അവരുടെ അക്കാദമിക് ബാക്ക്ഗ്രൗണ്ടോ ഫാമിലി ഫീലിങ്സും അതായത് വികാരങ്ങളും അല്ലെങ്കിൽ ഇഷ്ടാനിഷ്ടങ്ങളും എല്ലാം തന്നെ എന്തായിരിക്കും ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിന് വ്യത്യസ്തമായിരിക്കും. ശരിയായിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ അത് മാത്രമല്ല അവരുടേതായിട്ടുള്ള പേഴ്സണൽ വ്യക്തിത്വ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അതിൽ എടുത്തു പറയുന്നത് മനോഭാവങ്ങളും ബിഹേവിയർ പെരുമാറ്റങ്ങളും ഒക്കെ വളരെ വ്യത്യസ്തമായിരിക്കും അല്ലെ. ഒരു ആളുടെ മനോഭാവമായിരിക്കില്ല മറ്റൊരാളുടെ മനോഭാവം. ഒരാള് ചില പ്രശ്നങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കുമ്പോൾ ചില സീരിയസ് ആയിട്ട് എടുക്കാത്തവരുണ്ടാവാം അല്ലെ. ചില കാര്യങ്ങളിൽ അവരുടെ പെരുമാറ്റ രീതികളൊക്കെ അല്ലെ, ചില കാര്യങ്ങളിൽ മാത്രം അവർ നല്ല വിശേഷിച്ച് അവരുടേതായിട്ടുള്ള പെരുമാറ്റങ്ങൾ അവർ കാണിക്കുന്നുണ്ടാവാം. സോ എന്താണ് അവരുടെ പ്രിപ്പറേഷൻ വ്യത്യസ്തമാണെന്നാണ് അവിടെ എടുത്ത് പറയുന്നത്. Since no two members in an industrial society has a similar attitude and behavior, this leads to problems of conflict, disagreement and negative competition among the members. Okay, ഇവൻ രണ്ട് മെമ്പേഴ്സിനെ പോലെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ മനോഭാവങ്ങളും പെരുമാറ്റങ്ങളൊക്കെ സെയിം ആണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഒരുപാട് മെമ്പേഴ്സ് പോട്ടെ, അതിൽ ഏതെങ്കിലും ഒരു രണ്ട് മെമ്പറുടെയെങ്കിലും സെയിം ആണ്, നല്ല ഒരേപോലത്തെ ക്യാരക്ടറാണ്, ഒരേപോലത്തെ ബിഹേവിയർ ആണ് അല്ലെ.
അങ്ങനെ നമുക്ക് പ്രത്യേകമായിട്ട് വിശേഷിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇങ്ങനെയുള്ള പല വ്യത്യസ്ത ക്യാരക്ടറുള്ള പേഴ്സൺസ് ആയതുകൊണ്ട് തന്നെ അല്ലെ ഈ പറഞ്ഞ മാതിരിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരങ്ങളൊക്കെ കാണുന്നത് എന്തെങ്കിലുമൊക്കെ ചർച്ച അല്ലെ ഒരു ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചതിന് മാത്രമാണ് അവിടെ അഗ്രിമെന്റ് ഒക്കെ കൊണ്ടുപോകാൻ മാത്രമാണ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. The issues involved in industrial relations are related to wages, working condition and labor welfare. However, one must not avoid the most important factor, that is a sociological factor. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. കാരണം വ്യത്യസ്ത ബിഹേവിയർ ആണോ വ്യത്യസ്ത നീഡ്സ് ആണോ ഓരോ പേഴ്സന്റെയും, അതുകൊണ്ട് തന്നെ അവരുടെ ഇതിന് അല്ലെ എന്തായാലും കോംപ്ലക്സുകൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പ്രധാനമായിട്ടും നമുക്കറിയാം മോസ്റ്റ് കോമൺ ആയിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് അല്ലെ. എല്ലാവർക്കും ഒരേപോലെ വേജസ് കിട്ടുന്നുണ്ടാവില്ല അല്ലെ. ഡൈവേഴ്സിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, വർക്കിംഗ് കണ്ടീഷൻ ഒക്കെ വ്യത്യസ്തമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ അവര് പ്രശ്നങ്ങളായിട്ട് മുന്നോട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിൽ മോസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, അവിടെ സോഷ്യൽ ആയിട്ടുള്ള ഈ പ്രോബ്ലം അല്ലെ. സോഷ്യോളജിക്കൽ ഫാക്ടേഴ്സ് ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. പ്രോബ്ലം സോഷ്യോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയാൻ കാരണം അവര് വ്യത്യസ്തമായിട്ടുള്ള പേഴ്സണാലിറ്റി, അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട്, ഫാമിലി അപ്ബ്രിങ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. സോ അതുകൊണ്ട് ഈ പ്രോബ്ലംസുകൾ അല്ലെ ഇത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. The sociological factors consist of the value system, traditions, patterns, symbols, attitude, and perception of both labor and management that have an impact on the industrial relations in a different ways. ഓക്കെ, നമുക്കറിയാം അപ്പൊ സോഷ്യൽ ഫാക്ടേഴ്സിലെ പല ഘടകങ്ങളും അതിൽ പെടുന്നുണ്ട്. കാരണം അവിടെ എല്ലാവർക്കും ഒരേപോലെ തന്നെ വില കൽപ്പിക്കണം അല്ലെ. അവിടെ പാരമ്പര്യമായിട്ടുള്ള രീതിയൊക്കെ ഫോളോ ചെയ്യണം. ഒരു കൂട്ടർക്ക് വന്നു കഴിയുമ്പോൾ വേണ്ട ഇത് പറ്റില്ല എന്നൊക്കെയുള്ള രീതിയിലൊന്നും നിലപാടൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. ഒരേപോലെ ഒരു വാല്യൂ സിസ്റ്റം ഫോളോ ചെയ്യണം. ട്രഡീഷൻസ്, പാറ്റേഴ്സും സിംബൽസും ആറ്റിറ്റ്യൂഡ് മനോഭാവങ്ങളൊക്കെ അല്ലെ ആളെ ധാരണകളൊക്കെ both the labor and the management that have an impact on the industrial relations in different ways. ഓക്കെ, അപ്പൊ അതിലൊന്നും മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല അല്ലെ. ആ ഒരു ധാരണകളും കാര്യങ്ങളെല്ലാം തന്നെ അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. എങ്കിൽ മാത്രമാണ് മാനേജ്മെന്റിനും അവിടെയുള്ള വർക്കേഴ്സിനും മെമ്പേഴ്സിനൊക്കെ നല്ല രീതിയിൽ അതിന്റെ ഇമ്പാക്ട് ഉണ്ടാക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ എന്താണ്, നമുക്കറിയാം വ്യത്യസ്ത രീതികൾ നമ്മൾ അവലംബിക്കേണ്ടതുണ്ടാവാം. എങ്കിൽ കൂടി അത് മറ്റുള്ളവർക്കൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു രീതിയാണ് അവലംബിച്ചു കൊണ്ടുപോകേണ്ടത് അല്ലെ. അവിടെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. കാരണം വ്യത്യസ്ത പേഴ്സൺസ് ആണ് എന്ന് വെച്ചുകൊണ്ട് അവർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള വേജസും വർക്കിംഗ് കണ്ടീഷൻസും ലേബർ വെൽഫെയർ പ്രോഗ്രാംസ് ഒക്കെ അവർക്ക് സംഘടിപ്പിച്ച് കൊടുക്കേണ്ടതാണ്. ഓക്കെ, സോഷ്യൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക അതില് പല ഘടകങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നുണ്ട്. അവർ വ്യത്യസ്ത ബിഹേവിയർ ആണ് എന്നുള്ള കാര്യമാണ് മോസ്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പേഴ്സൺ രണ്ട് പേഴ്സണെ പോലും നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രണ്ടുപേരും വ്യത്യസ്തമായിട്ടുള്ള ബിഹേവിയർ ഉള്ള പേഴ്സൺസ് ആണെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ടു നമ്പേഴ്സ് അല്ലെ.
Do members and industrial society have a similar attitude and behavior? This leads to problem to conflicts. No, അല്ലെ രണ്ടുപേർക്ക് പോലും ഒരേപോലത്തെ കാര്യങ്ങൾ അവർക്ക് പ്രകടമാക്കാനായിട്ട് ചെയ്യുന്നു വരില്ല. ാണോ? ഞാൻ വീണ്ടും ഒരു ഗാന്ധിയൻ അപ്രോച്ച് വരുന്നുണ്ട്. ഇതാണ് ഗാന്ധിയൻ അപ്രോച്ച് എന്ന് പറയുന്നത്. നമുക്കറിയാം ഗാന്ധിജിനെ തന്നെ കേൾക്കുമ്പോൾ തന്നെ നമ്മള് ഒരു കാര്യം ഓർക്കും അല്ലെ, ഒരു സിദ്ധാന്തമൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ തന്നെയാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഗാന്ധിയൻ അപ്രോച്ച്. Mahatma Gandhi is popular for his contributions towards the development of human beings and his pillars of ahimsa and non-violence, which have left a remarkable impression on the world's history. Okay, നമുക്കറിയാം നമ്മുടെ ലോക ചരിത്രത്തിൽ തന്നെ വളരെ പരമാധികാരമായിട്ടുള്ള ഒരു കാര്യം അല്ലെ, അത് ലോകത്തിന് മുമ്പ് വെളിപ്പെടുത്തി കൊടുത്ത ഒരു മഹാനായ ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, തീർച്ചയായിട്ടും അവരുടെ വിശ്വാസത്തിൽ പ്രധാനമായിട്ട് പറയുന്നത് അഹിംസ ആൻഡ് നോൺ വയലൻസ് അല്ലെ. അവിടെ എന്താണ്, മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ നീതി പ്രാപ്തിയമാക്കണം എന്നുള്ള ഒരു കർക്കശമായിട്ടുള്ള ഒരു നിയമം, അതിനു വേണ്ടിയിട്ട് വളരെയധികം പോരാടിയ ഒരു വ്യക്തിയാണ് ഗാന്ധിജി എന്ന് പറയുന്ന വ്യക്തി. സോ അത് ലോകരാഷ്ട്രങ്ങളിൽ തന്നെ വേൾഡ് ഹിസ്റ്ററി തന്നെ അത്തരത്തിലുള്ള കാര്യത്തിന് മുന്നറിയിപ്പുണ്ടെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഹി കൺസിഡേർഡ് all human beings good and believed that the individual are not the ones who are responsible for the problems, but it is the existence of the wrong system which has led to several problems in the society. Okay, അദ്ദേഹത്തിന്റെ വീക്ഷണകോണിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോബ്ലംസ് എന്ന് പറയുന്നത് അവരുടെ മാത്രം അല്ലെ, അവിടെയുള്ള ഹ്യൂമൻ ബീയിങ്ങിന്റെ പ്രശ്നം കൊണ്ടല്ല ഈ പ്രോബ്ലംസ് ഒക്കെ വന്നു ചേർന്നത്. പിന്നെ ആരുടെ പ്രശ്നമാണ്? എന്തെങ്കിലും കോൺഫ്ലിക്ട്സുകൾ വരിക എന്ന് പറയുന്നത് അവിടെയുള്ള മെമ്പേഴ്സിന്റെ പ്രശ്നം കൊണ്ടല്ല എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. കാരണം എന്തുകൊണ്ടായിരിക്കും? അവിടുത്തെ കുറെ നിയമങ്ങൾ അല്ലെ, തെറ്റായ നിയമങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്രശ്നത്തിൽ ഉണ്ടാവാനായിട്ടുള്ള കാര്യം എന്നാണ് എന്താണ് ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ പറയുന്നത്. അല്ലാതെ ജനങ്ങളെല്ലാവരും നല്ല ജനങ്ങൾ തന്നെയാണ്, അവിടെയുള്ള വാറ്റേഴ്സ് ഒക്കെ ഓക്കെയാണ്. പക്ഷെ തെറ്റായ കുറെ നിയമങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരുമ്പോഴാണ് ഈ നിയമങ്ങൾ ഇത്രയും മോശമായിട്ട് അനുവദിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും സെവറൽ പ്രോബ്ലംസ് ഇൻ ദ സൊസൈറ്റിക്ക് ലീഡർഷിപ്പ് വരുന്നത് എന്താണ്? റോങ് സിസ്റ്റംസ് ആണ്. അതാണ് ലീഡർഷിപ്പായിട്ട് നിലകൊള്ളുന്നത് എന്നുള്ളതാണ് ഇവിടെ ഗാന്ധിയൻ അപ്രോച്ചിൽ എടുത്ത് പറയുന്നത്. ഓക്കെ, നമുക്ക് ആ ഒരു ചെറിയ ഭാഗം കൂടെ തീർത്തേക്കാം. He laid stress on maintaining the dignity of the employee by he did not oppose the strike by workers, but permitted this option to be the last resort when all available methods of negotiation, conciliation and arbitration to restore peace have failed. ഓക്കെ, നമുക്കറിയാം ഒരു സമാധാനം വരുന്നില്ല അല്ലെ, പറഞ്ഞു തീർത്തതിന് പറ്റണില്ല എന്നൊക്കെ ഒരു രീതി വരികയാണ് എങ്കിൽ തീർച്ചയായിട്ടും സമാധാനം കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. അപ്പൊ എന്താണ് അവിടെ പ്രധാനമായിട്ടും വരുന്നത് എന്താണ്? ലാസ്റ്റ് റിസോർട്ട് വെൻ ഓൾ അവൈലബിൾ മെത്തഡ് ഓഫ് നെഗോഷിയേഷൻ, കൗൺസിലേഷൻ ആൻഡ് ആർബിട്രേഷൻ ടു റെസ്റ്റോർ പീസ് ഹാവ് ഫെയിൽഡ്. അവിടെ തീർച്ചയായിട്ടും എന്താ പറയുന്നത്, സമാധാനം അവിടെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു മധ്യസ്ഥത്തിന് വിളിക്കണം അല്ലെ. നമ്മള് ഗാന്ധിയുടെ അഭിപ്രായത്തെക്കാളും എന്താണ് സമാധാനം ഉണ്ടാവാനായിട്ടുള്ള സംഗതികൾ ഉണ്ടാവുന്നത് ഈ കുറെ സിസ്റ്റംസ് ഒക്കെ കൊണ്ടുവരേണ്ടതാണ്. അല്ലാതെ മനുഷ്യന്റെ ആ ഒരു രീതി അനുസരിച്ചിട്ട് ഇങ്ങനെ കോൺഫ്ലിക്ട്സ് വരുന്ന കാര്യമൊന്നും ഇല്ലാന്നാണ് പറയുന്നത്. ഒരു സിസ്റ്റം വരുമ്പോൾ കുറെ ഡൈവേഴ്സിഫിക്കേഷൻ ഫീൽ ചെയ്യുന്നു, അപ്പൊ അവര് അതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരും അല്ലെ. അപ്പൊ ചില നിയമങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു പ്രോബ്ലംസ് ഉണ്ടാക്കി കൊണ്ടുവരാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് ഇത്തരത്തിലുള്ള ഈ പ്രോബ്ലംസ്, ഈ പീസ് റിസ്റ്റോർ അല്ലെ, ഇത് വീണ്ടും നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് അദ്ദേഹം സ്ട്രൈക്കിനും ഇതിനൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെ. കൂടുതൽ ഡിഡ് നോട്ട് ഓപ്പോസ് സ്ട്രൈക്ക് ബൈ വർക്കേഴ്സ് എന്ന് പറയുന്നത്. കാരണം അവര് സ്ട്രൈക്ക് എടുക്കുന്നതിന് പിന്തിരിപ്പിക്കുന്നില്ല.
കാരണം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് ചർച്ചകളിലൂടെയും കൺസൾട്ടേഷനിലൂടെയൊക്കെയാണ് ഈ തീരുമാനങ്ങൾ നടപ്പാക്കി കൊണ്ടുപോകേണ്ടത്, അല്ലെ? അല്ലാതെ അത് ഒച്ചപ്പാടും ബഹളമൊക്കെ എടുത്തുകൊണ്ട് പലതും ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രശ്നം ഒന്നുകൂടി രൂക്ഷമായി പോകാനായിട്ടാണ് സാധ്യത. സോ അതുകൊണ്ട് തന്നെ പറയാണ്, മെയിൻലി ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്, പീസ് ഉണ്ടാവുക, സമാധാനം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് അവര് നെഗോഷിയേഷൻ ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട്, കൺസൾട്ടേഷൻ ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നേറുക എന്നുള്ളത്. He laid a stress on maintaining the dignity of employees by accepting each individual worker as a human being and emphasized on non-violent communism. Okay. അവിടെ പ്രധാനമായിട്ടും ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്ങിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അല്ലെ, അത് വ്യാപകമായിട്ട് അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, അല്ലെ, അത് നോൺ വയലൻസ് ആയിട്ടുള്ള കമ്മ്യൂണിസത്തിന്, അല്ലെ, അത് അത്രയും പ്രശ്നമില്ലാത്തൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. കാരണം തീർച്ചയായിട്ടും എന്താണ്, പീസ്, സമാധാനം ഉണ്ടാകണമെങ്കിൽ ഒരു, അല്ലെ, നെഗോഷിയേഷൻ ഒക്കെ അവിടെ ആവശ്യമാണ്. ഈ സമാധാനക്കേട് ഉണ്ടാവാനായിട്ടുള്ള കാരണം കുറെ സിസ്റ്റങ്ങളാണ്, അല്ലെ, ഒരു ഫോളോ ചെയ്യുന്ന കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് സമാധാനക്കേട് ഉണ്ടാക്കാനുള്ള സാധ്യത. അപ്പൊ എന്താണ്, ഈ ഒരു നെഗോഷിയേഷൻ ഒക്കെ സംഘടിപ്പിച്ച ചർച്ചയിലൂടെയൊക്കെ അത് സൈലന്റിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. He went to the extent to saying that if communism comes without any violence, it would be welcomed. കമ്മ്യൂണിസത്തിന് എന്താണ്, വയലൻസ് ഇല്ല എങ്കിൽ അദ്ദേഹം അത് വെൽക്കം ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പ്രതിപാദിക്കുന്നത്. Okay, briefly, according to the trusteeship theory, all the materialistic aspect of life right properly on for any human achievements is not the ownership of any one individual, rather it belongs to the entire society. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം, സൊസൈറ്റിക്ക് മൊത്തത്തിലാണ് ഓരോ വ്യക്തികളും നിലകൊള്ളുന്നത്. ഇപ്പൊ എനിക്കൊരു കഴിവുണ്ടെങ്കിൽ, അല്ലെ, അത് അത് ഇൻഡിവിജ്വലി എനിക്ക് സ്വന്തമായിട്ടുള്ളതാണ്, അത് എന്റെ അച്ചീവ്മെന്റ്, എന്റെ നേട്ടം കൊണ്ട് മാത്രമുള്ളതല്ല, മറ്റുള്ളവർക്കും കൂടി അത് ലഭ്യമാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്, അല്ലെ? അതാണ് അദ്ദേഹം പറയുന്നത്. ബ്രീഫ്ലി, അക്കോർഡിംഗ് ടു ട്രസ്റ്റർഷിപ്പ് തിയറി, ഓൾ ദ മെറ്റീരിയലിസ്റ്റിക് ആസ്പെക്ട് ഓഫ് ലൈഫ് പ്രോപ്പർട്ടി ഓർ എനി ഹ്യൂമൻ അച്ചീവ്മെന്റ്സ്, എനിക്കുള്ള സമ്പത്തുകൾ അല്ലെങ്കിൽ എന്റെ അച്ചീവ്മെന്റ്സ് ഈസ് നോട്ട് ദ ഓണർഷിപ്പ്, അതിന്റെ ഓണർഷിപ്പ്, അല്ലെ, ഉടമസ്ഥാവകാശം ഇപ്പൊ എനി വൺ ഇൻഡിവിജ്വൽ, ഒരു ഇൻഡിവിജ്വലിന്റെ കയ്യിലും അത് നിശ്ചിതമല്ല. rather it belongs to the entire society, അത് മുഴുവനും സൊസൈറ്റിക്കും കൂടി അർഹതപ്പെട്ടതാണ്, അല്ലെ? ഞാൻ സ്വന്തമായിട്ട് നേടിയിരിക്കുന്ന എന്റെ കഴിവ് എനിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ളതല്ല, സൊസൈറ്റിക്ക് കൂടി ഉപയോഗിക്കണം എന്നാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. These talents or skills can be taken as a gift of nature and no particular individual has exclusive rights over them, അല്ലെ? അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ള ഇൻഡിവിജ്വൽസിന് നേടിയിരിക്കുന്ന കഴിവുകൾ എന്ന് പറയുന്നത് ഗിഫ്റ്റ് ഓഫ് നേച്ചർ, അല്ലെ, പ്രകൃതി തന്ന വരദാനമാണെന്ന് മനസ്സിലാക്കണം. ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിന്റെയും ഒരു, അല്ലെ, പ്രത്യേകമായിട്ടുള്ള കഴിവാണെന്നുള്ള ഒരു അതിലേക്ക് എത്തിപ്പെടാനായിട്ട് പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സൊസൈറ്റിക്ക് വളരെ ഉപയോഗപ്രദമാക്കി കൊടുക്കണം എന്നുള്ളതാണ്. ട്രസ്റ്റർഷിപ്പ് സിസ്റ്റം ഈസ് എ യുണീക് കൺസെപ്റ്റ് കമ്പയർഡ് ടു ദ അതർ കണ്ടംപററി ഇൻഡസ്ട്രിയൽ റിലേഷൻ സിസ്റ്റംസ്. ഓക്കെ, അപ്പൊ ഇതില് ഈ ഒരു സിസ്റ്റത്തില് നമുക്കറിയാം, അല്ലെ, ഒരു നല്ല രീതിയിലുള്ള മറ്റുള്ള സിസ്റ്റം വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാടാണ് ഇവിടെ വരുന്നത്. കാരണം അത് നേച്ചറിൽ നിന്ന്, അല്ലെ, നമുക്ക് സ്വായത്തമായതാണ്, മറ്റുള്ള സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്നുള്ള കാര്യമാണ് അവിടെ എടുത്ത് പറയുന്നത്. ഓക്കെ, അത് ആരുടെ അപ്രോച്ചാണ്? ഇത്തരത്തിലുള്ള കൺസെപ്റ്റ് ആരുടെയാണ്? നമ്മളെ വിവരിച്ച കൺസെപ്റ്റ് ആരുടെയാണ്? അപ്രോച്ച് ആരുടെയാണ്? ഗാന്ധിജിയാണ്, അല്ലെ? ഇതൊരു സവിശേഷമായ ആശയമാണ്, അല്ലെ? അല്ലെ, നമുക്ക് ഈ സമകാലികമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ റിലേഷൻസില് സമകാലികമായിട്ടുള്ള നല്ലൊരു ആശയമാണ്. കാരണം ഈ ആശയം വെച്ചുകൊണ്ട് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് മുന്നേറാനായിട്ടാണ് ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. ഓക്കെ, അപ്പോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് അടുത്തതിലേക്ക് എടുക്കാം. സോഷ്യോ എത്തിക്കൽ അപ്രോച്ച് ആൻഡ് റൺ അപ്പ് സിസ്റ്റം അപ്രോച്ച്. ക്ലിയർ ആണോ? ഇവിടെയും ഗാന്ധിയൻ അപ്രോച്ചില് നിങ്ങൾ കുറച്ച് നോട്ട് ചെയ്തൊക്കെ പോയിക്കൊള്ളുക. ട്രസ്റ്റർഷിപ്പ്
system is a unique concept compared to the other contemporary industrial relation systems. That system is a unique concept compared to the other contemporary industrial relations customs like Panchodikam. Okay. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഗാന്ധിയൻ അപ്രോച്ചില് അവരുടെ കഴിവുകളൊന്ന് ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ഗാന്ധിയൻ അപ്രോച്ചില് നമുക്കുള്ള കഴിവുകളൊക്കെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. നമുക്ക് നേച്ചറല്ലേ പ്രകൃതി നമുക്ക് തന്നെ വരദാനമാണെന്ന് മനസ്സിലാക്കണമെന്നാണ്. സോഷ്യൽ അപ്രോച്ചിലാണെന്നെങ്കിൽ നമുക്കറിയാം അല്ലെ, അവിടെ സൊസൈറ്റിക്ക് അല്ലെ നമ്മുടെ ട്രഡീഷൻസ്, പാറ്റേൺസ്, സിംബൽസ് ഒക്കെ മനോഭാവങ്ങളെല്ലാം തന്നെ നമ്മൾ ഒരേപോലെ അത് വീക്ഷിച്ചു കൊണ്ടുപോകണം. കാരണം ഈ സിസ്റ്റം അനുസരിച്ചിട്ട് വന്നിരിക്കുന്ന തീർച്ചയായിട്ടും അവിടെയുള്ള ബിഹേവിയർ എന്ന് പറയുന്നത് ഒരാൾക്ക് അല്ലെ ഒരു പേഴ്സൺസിനെ പോലെ തന്നെ ആയിരിക്കില്ല മറ്റൊരു പേഴ്സൺ ഉണ്ടാവുന്ന ശൈലികൾ എന്നുള്ളത്, അത് ഡിഫറെന്റ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഒരു സോഷ്യോളജിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് എടുത്ത് മാത്രമാണ് എല്ലാവർക്കും ഒരേപോലെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ മൂല്യത്തിനും പാരമ്പര്യത്തിനും ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ടുള്ള കാര്യം. ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചിൽ എന്താണ് ഏറ്റവും മെയിൻ ആണ് അത് ഫൗണ്ടർ. അദ്ദേഹത്തിന്റെ അപ്രോച്ചിൽ അവിടെയുള്ള ലവേഴ്സിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെ പീസ്ഫുൾ ആയിട്ട് സമാധാനപൂർവ്വമായിട്ട് അവർക്ക് ലക്ഷ്യം കൈവരിക്കാൻ പറ്റുന്നതാണ്. സൈക്കോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഒരു പിക്ചറിനെ തന്നെ രണ്ട് രീതിയിൽ വീക്ഷിക്കുന്ന അല്ലെ വ്യക്തികളാണ് നമ്മുടെ ഓരോ ഓർഗനൈസേഷനും ഉണ്ടാവുക. എക്സിക്യൂട്ടീവ് പക്ഷേ യൂണിയൻ ലീഡേഴ്സിന്റെ പക്ഷം തീർച്ചയായിട്ടും ഒരു കൂട്ടര് എംപ്ലോയിയുടെ ഭാഗത്താണ് പ്രവർത്തിക്കണമെങ്കിൽ മറ്റൊരു കൂട്ടര് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ാണോ? ഞാൻ അൺമ്യൂട്ടാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെയാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. നമ്മൾ വായിച്ചു തന്നെ നോക്കാനായിട്ട് ശ്രമിക്കാം. നാളെ വരുമ്പോഴും തീർച്ചയായിട്ടും വായിച്ചിട്ട് വരിക. ഹെഡിങ് ഒക്കെ മോസ്റ്റ്ലി നമ്മൾ ഒന്നിച്ച് ഹെഡിങ് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അല്ലെ. ഇമ്പോർട്ടൻസ്, ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ പ്രോബ്ലംസ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് ഹെഡിങ്ങുകൾ വരും. അപ്പൊ തീർച്ചയായിട്ടും ഹെഡിങ് എങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചു പോകണം. അപ്പൊ ആ ആശയങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡിലേക്ക് വരും. വായിക്കാട്ട് പഠിച്ചില്ല എങ്കിൽ കൂടി ഹെഡിങ് കൂടി പഠിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിലേക്ക് ഒന്നും വരില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ജസ്റ്റ് വായിച്ച് ആ ഹെഡിങ്ങിനൊക്കെ പഠിച്ചു പോകാനൊക്കെ ആയിട്ട് തന്നെ ശ്രമിക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.